കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളത്. എപ്പോഴും കൊണ്ട് ഇവിടെ കിടന്ന് ഓടിയതാ. കരിയപ്പുറം പഞ്ചായത്തിലെ ഏറ്റുവായക്കോട് വാർഡിൽ സുനിൽ ഭവനിൽ സരസ്വതി അമ്മ എന്ന് പറയുന്ന ആൾ കൊട്ടാരക്കര SBIയുടെ ശാഖയിൽ നിന്ന് ഹൗസിംഗ് ലോൺ എടുക്കുകയും ഇത് അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മകൻ ഗൾഫിലായിരുന്നപ്പോഴാണ് ഈ പൈസ അടഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കോവിഡ് കാലയളവോടുകൂടി ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരികയും നാട്ടിൽ വന്നിട്ട് മറ്റ് ജോലിക്ക് കൂലിവേലയ്ക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആക്സിഡൻറ്റിൽപ്പെട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ സരസ്വതി അമ്മയ്ക്കും കോവിഡ് വന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിവിശേഷമൊക്കെ വന്ന് ചേർന്ന സമയത്താണ് ഈ പൈസ അടവ് മുടങ്ങിയത്. എന്നാൽ കോടതിയിൽ നിന്ന് ബാങ്ക് ജപ്തി നടപടിയോ മറ്റോ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അത്രയും ഒരു ബോധമോ മറ്റോ ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ഇത് ഒരു പ്രതീക്ഷയില്ലാതെ SIയും പോലീസും ഒക്കെ ആയിട്ട് വന്ന് വീട് പൂട്ടി സീൽ ചെയ്തുകൊണ്ട് പോവുകയായത്. എന്നാൽ ഇവർക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാനോ മറ്റും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുകയും ഈ തിണ്ണയിൽ കഞ്ഞി വെച്ച് കുടിച്ച് ഇവിടെ കിടന്ന് തന്നെ ഉറങ്ങുന്നൊരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പല നിലയിൽ ഇടപെടലും മറ്റും ഉണ്ടായിട്ടും ഇതുവരെയും ആ വീടൊന്ന് തുറന്നു കൊടുത്ത് അവരെ ആ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കൊതുകും മഞ്ഞും മഴയും ഒക്കെ കൊണ്ടുകൊണ്ട് ഈ വരാന്തയിലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. ഈ വരാന്തയിൽ വെച്ചാണ് ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നത്. യാതൊരുവിധമായ മാർഗങ്ങളോ മറ്റോ ഇല്ല. നാട്ടുകാരുടെയൊക്കെ സഹായങ്ങളും മറ്റുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹായങ്ങളും ഒക്കെ കൊടുത്ത് കുറച്ച് പൈസ അടച്ച് ഈ ബാങ്കിൻ്റെ ഇടപാട് തീർക്കാൻ സന്നദ്ധമാണ്. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും നാട്ടുകാരും ഒക്കെ ചേർന്ന് പലതരത്തിൽ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹായങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് കുറേശ്ശെയായിട്ട് ഈ പൈസ അടച്ച് ഈ ബാങ്കിൻ്റെ ഈ നിലവിലുള്ള ബാധ്യത തീർക്കാൻ തയ്യാറുമാണ്. പക്ഷേ എന്നാൽ ഇവരെ പുറത്താക്കി വീട് പൂട്ടിക്കൊണ്ട് പോകുന്നൊരു സന്ദർഭമുള്ളത്. ഇതിന് എതിരെ വളരെ ശക്തമായ ഒരു പ്രതിഷേധവും ഒരു വലിയ ഒരു ഇടപെടലും ഉണ്ടാവണം എന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത്. ഇവർ 10 ലക്ഷം രൂപയാണ് വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് എടുത്തത്. മകൻ ഗൾഫിലായതുകൊണ്ടാണ് ഇത് അടഞ്ഞു പോകുന്നുള്ള കാഴ്ചപ്പാടും അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ 10 ലക്ഷം രൂപ എടുത്തിട്ട് 7 ലക്ഷം രൂപയോളം അടച്ചതുവാ. അത് തവണ തെറ്റിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും 7 ലക്ഷം രൂപയോളം അടച്ചു. ബാക്കി യഥാർത്ഥത്തിൽ 3 ലക്ഷത്തി ഇഷ്ടം രൂപയാണ് അടയ്ക്കാനുള്ളത്. ഇപ്പോൾ ജപ്തി നടപടി നടപ്പിലാക്കിയിരിക്കുന്നത് 16 ലക്ഷം രൂപയെന്ന് പറഞ്ഞാണ് നോട്ടീസ് വന്നിട്ടുള്ളതും മറ്റും. കാലാവധി കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ 9 വർഷത്തോളം ആയതേ ഉള്ളൂ. ഇനിയും ഒരു 5-6 വർഷത്തോളം ഇനിയും ഈ ലോൺ അടഞ്ഞു തീരുന്നതിന് കാലയളവും നിലവിൽ അവശേഷിക്കുകയാണ്. ഞങ്ങൾ ലോൺ എടുത്ത് മോൻ പേർഷ്യലായപ്പോഴായിരുന്നു അടച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അങ്ങനെ കുറേശ്ശെ അടച്ച് അവിടെ പണിയില്ലാതെ ഇനി നാട്ടിൽ വന്ന് പിന്നെ ഇവിടെ 4 ദിവസത്തെ ജോലിക്ക് പോയാലൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അവന് 2 പ്രാവശ്യം വണ്ടി അപകടം ഉണ്ടായി. പിന്നെ എനിക്ക് കോവിഡായി, പണിക്കൊന്നും പോകാൻ പറ്റാതെ എനിക്ക് പിന്നെ കോവിഡായി വിമ്മിഷ്ടമായി 6-7 മാസം ഇവിടെ കിടന്ന് ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടപ്പാടാകപ്പാട്. ഞങ്ങൾക്ക് ഈ 10 സെൻറ്റ് ഈ വീടേ ഉള്ളൂ. ആൾക്കാർക്ക് ആർക്കും സാമ്പത്തികമുള്ളവരല്ല. ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ വരാന്തയിൽ കിടക്കും പട്ടിയും കൊതും അവിടെ കഞ്ഞി വെക്കും. ഞങ്ങൾക്ക് മറ്റൊരു വഴിയും ഇല്ലാത്തവരാ സാർ. ഞങ്ങൾക്ക് ജീവിതത്തിന് ഭയങ്കര വഴി വിട്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പം ഒരു കഴിവില്ല. ഒട്ടിക്കാൻ നേരത്ത് പൈസയും കൊണ്ട് ചെന്ന് കുറച്ച് പൈസ കൊണ്ടുവന്ന് അടച്ചാൽ താക്കോല് തരാം, അത് ബാങ്കിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവരെയും കാല് കടന്ന് പിടിച്ചിട്ട് ആരും ഒക്കത്തില്ല കോടതി ഏവെന്ന് പറഞ്ഞ് അവർ പൂട്ടി. ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല. അന്നേരത്തെ മാനസികാവസ്ഥ വന്നില്ല. എല്ലാവരും നാട്ടുകാരെല്ലാം വഴക്ക് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇറങ്ങി, ഞങ്ങളെ വിളിച്ച് കൂട്ടാ എന്താന്ന് പറഞ്ഞു. അന്നേരം അതൊന്നും തോന്നിയില്ല. വെപ്രാളം കൊണ്ട് ഇവിടെ കിടന്ന് ഓടിയതാ. 13 അല്ല എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്. അന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ജീവിതമൊന്നും ഇല്ലായിരുന്നു. ഭർത്താവ് ഇച്ചിരി മരുന്നുകൂടിയും ബഹളമൊക്കെ ആയിരുന്നു. അന്നും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളത്. പിന്നെ ഇതായിരുന്നു അവസ്ഥ. ഇപ്പോഴും ഇതാ. ഗൾഫിൽ പോയതിന് ശേഷം ശമ്പളം കിട്ടും. അന്നേരം വീട് വയ്ക്കാമെന്നും പറഞ്ഞ് ലോൺ എടുത്തൊരുങ്ങിയത്. അങ്ങനെ അടച്ചോണ്ടും വന്നത്. തവണ തെറ്റിയായാലും നാട്ടിൽ വരുന്ന തലേ മാസം വരെ തവണ തെറ്റിയായാലും 10 താന്ന് പലിശയൊക്കെ 6-7 ലക്ഷം രൂപ അടച്ച് താന്ന് നിന്നതായിരുന്നു. പിന്നെ അടയ്ക്കാൻ ഒരു വഴി കിട്ടാതെ പോയി.
ഓടി വന്ന് 8 മാസം ഞാനും കിടന്നു. അവന് 2 പ്രാവശ്യം ബൈക്ക് അപകടം വന്ന്. അങ്ങനെയൊക്കെ ആകെ അങ്ങ് സമനില തെറ്റിയും താളം തെറ്റിയൊക്കെയുള്ള ജീവിതമായിപ്പോയി. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.